ഹലോ എവ്രി വൺ, വെൽക്കം ടു LK ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ കമ്പാർട്ട്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്താണ്? റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. കാരണം നമുക്കറിയാം, ഒരു സമയം വരെ കുട്ടികളെ മാത്രമല്ല എല്ലാ രീതിയിലും നല്ലോണം ചൂഷണം ചെയ്തിരുന്നു നമ്മുടെ സൊസൈറ്റി. അപ്പോൾ അതിനെ പ്രോഹിബിറ്റ് ചെയ്യാനും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു കമ്പാർട്ട്മെന്റ് ആണ് റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ എന്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് നമുക്ക് നോക്കാം. Article 23, Prohibition of Traffic in Human Being and Forced Labor. അതായത് മനുഷ്യക്കടത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അതായത് നമുക്കറിയാം, നമ്മൾ കുഞ്ഞിലെയൊക്കെ നമ്മൾ പുറത്തോട്ട് ഓടിപ്പോകുമ്പോൾ അല്ലെങ്കിൽ കളിക്കാനൊക്കെ പോകുമ്പോൾ നമ്മുടെ പാരൻസ് നമ്മളോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും, ഭിക്ഷാടനക്കാർ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോയി കണ്ണും കാലും ഒക്കെ മുറിച്ച് അവര് ഭിക്ഷാടനത്തിന് വിടും എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് ടെക്നിക്കലി ഓർ പാർഷ്യലി വി ക്യാൻ കണക്റ്റഡ് വിത്ത് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അതായത് നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ നമ്മളെ ഏതെങ്കിലും, ചിലപ്പോൾ ബെഗിങ്ങിനായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെക്ഷൽ ഇതിന് വേണ്ടിയിട്ടായിരിക്കും, ഏതെങ്കിലും രീതിയിൽ ആൾക്കാരെ നമ്മളെ മിസ്യൂസ് ചെയ്യുന്നതിനാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയാം. മനുഷ്യക്കടത്ത്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, അതായത് നമ്മുടെ സിറ്റീസിൽ നമ്മൾ എന്തായാലും അവർ യൂസ് ചെയ്യില്ല, കാരണം പിടിക്കപ്പെടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ മിസ്യൂസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അതിനെതിരെ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്? ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഫോഴ്സ്ഡ് ലേബർ. അതായത് നമുക്ക് താല്പര്യമില്ലാത്ത ജോലി നമ്മളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യുക. അത് തന്നെ നമ്മൾ ഇപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ, ഒരു 18 above മേജർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ഇന്ന ജോലി ഈ പറഞ്ഞ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട, പറ്റില്ല എന്ന് പറയാൻ നമുക്ക് വോയിസ് ഉണ്ട്. പക്ഷെ അത് തന്നെ ഒരു കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കുകയാണ്, ഒരു കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിലൊരു വ്യത്യാസമുണ്ട്. കാരണം ദേ ആർ മൈനേഴ്സ്, ദേ ആർ നോട്ട് കേപ്പബിൾ ടു സേ നോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു വാട്ട് എവർ ദേ ആസ്ക്ഡ് ടു ഡു. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ കുട്ടികളെയും ഇങ്ങനെ ഫോഴ്സ്ഡ് ലേബറിലേക്ക് പുഷ് ചെയ്യാണ്ടിരിക്കാൻ ഒരു വ്യക്തിയും അവരുടെ പെർമിഷനോ കൺസെന്റ് ഇല്ലാതെ അതായത് അവരവരുടെ പ്രായത്തിന് ഒത്ത ജോലികളെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കരുത് എന്നല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. വി ക്യാൻ മേക്ക് ദം വർക്ക്. പക്ഷെ അവരുടെ ഏജിനും അവരുടെ ഫിസിക്കിനൊക്കെ കണക്ടിവിറ്റി ആയിട്ടുള്ള ഒരു ജോബേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പറയാണ്, മോനെ ഇത് അവിടെ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ മോനെ പാത്രം കഴുകുക എന്നൊക്കെ നമ്മൾ വീട്ടിൽ പറയും. നമുക്ക് ഫോഴ്സ് ലേബർ എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ്സ് ലൈക്ക് സ്മോൾ ആക്ടിവിറ്റീസ്. അത് അവരെ തന്നെ നറിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതല്ല നമ്മളിവിടെ ഫോഴ്സ് ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു 13 വയസ്സുകാരനെയോ ഒരു 14 വയസ്സുകാരെയോ കൊണ്ടുപോയി ഒരു മൈനിൽ കൊണ്ടിടുക. അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ബാങ്കിൾ മേക്കിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ജോബാണ് നമുക്കറിയാം. കാരണം ഇങ്ങനെ പൊടി ഗ്ലാസ്സുകളാണ് അവരവിടെ യൂസ് ചെയ്യുന്നത്. കൈമുറിയും അതേപോലെ കണ്ണിലേക്ക് അതിന്റെ കെമിക്കൽസ് പോകുന്നതിൽ ഐസൈറ്റ് വരെ ലോസ് ആവുന്ന വലിയ രീതിയിലുള്ള റിസൾട്ട്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആഫ്റ്റർ എഫക്റ്റ് ഉള്ള ജോബ്സ് ആണ് അത്. അങ്ങനത്തെ ജോബുകളിൽ കുട്ടികളെയൊക്കെ ഫോഴ്സ്ഫുള്ളി ജോലിക്ക് വിടുന്നതിനെയാണ് ഇവിടെ ഫോഴ്സ് ലേബർ എന്ന് ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇത് മേജേഴ്സിനും അപ്ലിക്കബിൾ ആണ്. നമുക്ക് താല്പര്യമില്ലാത്ത നമ്മുടെ ജോബ്സിന്, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നമ്മളെ ഫോഴ്സ്ഫുള്ളി തള്ളിവിടുകയാണെങ്കിൽ നമ്മളെ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്ന, ആ ആക്ടിവിറ്റിയെ പ്രൊഹിബിറ്റ് ചെയ്യുന്ന, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 23. ഇറ്റ് പ്രൊഹിബിറ്റ്സ് എന്തൊക്കെ? ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. This provision is further divided into the following. അപ്പോൾ ഈ ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത് പിന്നീടും സബ്സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് സിംപ്ലിഫൈഡ് ഫോം ആയിട്ട് നോക്കാം. ആർട്ടിക്കിൾ 23 ക്ലോസ് 1, ആദ്യത്തെ പാർട്ട്. Human trafficking and beggar and other such forms of forced labor are prohibited by virtue of this provision, and any kind of violation of this provision shall be punishable offence under the law. അതായത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് മാത്രമല്ല, മനുഷ്യക്കടത്ത് മാത്രമല്ല, ബെഗർ, നമുക്കറിയാം ഭിക്ഷാടനം എന്ന് പറയുന്നത് വളരെ വലിയ ഒഫൻസ് ആണ്. നമ്മുടെ രാജ്യത്തിൽ ഒരു കാര്യം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ബെഗിങ് ആണ്. കാരണം ചെറിയ ഏജിൽ തൊട്ട് നമ്മൾ വലിയ ആൾക്കാർ വരെ ബെഗ് ചെയ്യുന്ന കാണുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതേപോലെ തന്നെ ഒരു വ്യക്തിയെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അത് മനുഷ്യക്കടത്തിലോ അല്ലെങ്കിൽ ബെഗിങ്ങിലോ അല്ലെങ്കിൽ ബെഗർ പ്രൊവിഷനിലോ കൊണ്ടുവരികയാണെങ്കിൽ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ക്ലോസ് ആണ് ആർട്ടിക്കിൾ 23 ക്ലോസ് 1.
അതിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ബെഗർ ആൻഡ് അതർ സച്ച് ഫോം ഓഫ് ഫോഴ്സ് ലേബർ. ഇതേ തലത്തിലുള്ള, അതായത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ ബെഗറോ, അതായത് ഭിക്ഷാടനമോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തോ പോലെയുള്ള അല്ലെങ്കിൽ അതേ സിഗ്നിഫിക്കൻസിലുള്ള എന്തെങ്കിലും തരം ജോബുകളിലേക്ക് അല്ലെങ്കിൽ ജോലികളിലേക്ക് ഒരു വ്യക്തിയെ പുഷ് ചെയ്യുമ്പോൾ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23 ക്ലോസ് 1. So human trafficking and beggar and other such forms of forced labor are prohibited. Completely stop ചെയ്തിരിക്കണം. Prohibited ആണ്. It's not something which we should do. Prohibited by virtue of this provision, and any kind of violation of this provision shall be punishable offense under law. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി ഇത് പ്രൊഹിബിറ്റഡ് ആണെന്ന് നമുക്കറിയാം. എന്നിട്ടും ഒരു വ്യക്തി അതിൽ ഇൻഡൾജ് ആവാണ്, ഒരു വ്യക്തി അതിൽ ഒരാളെ ഫോഴ്സ്ഫുള്ളി ഈ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലോ പ്രകാരം പണിഷബിൾ ഒഫൻസ് ആണ്. അത് പറയുന്ന ആർട്ടിക്കിൾ 23 ക്ലോസ് 1 Article 23 clause 2. Nothing in this article shall prevent the state from imposing compulsory service for public purposes, and in imposing such service the state shall not make any discrimination based on the ground of religion, race, caste and class or any of them. അപ്പോൾ 23 clause 2 എന്താണ് പറയുന്നത്? അതായത് ഈ ആർട്ടിക്കിളിൽ കുറച്ച് പ്രൊഹിബിഷൻസും പ്രിവെൻഷൻസും പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ ഈ ആർട്ടിക്കിൾ എന്തൊക്കെ പ്രിവെന്റ് ചെയ്യുന്നില്ല? സ്റ്റേറ്റിനെ പ്രിവെന്റ് ചെയ്യുന്നില്ല. എന്തിൽ നിന്ന്? ഇമ്പോസിങ് കമ്പൽസറി സർവീസ് ഫോർ പബ്ലിക് പർപ്പസസ്. അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില ഡ്യൂട്ടീസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റേറ്റിനെ ഈ ആർട്ടിക്കിൾ ഒരിക്കലും പ്രിവെന്റ് ചെയ്യുന്നില്ല. അതിന് സ്റ്റേറ്റിന് ചെയ്യാം. പബ്ലിക് പർപ്പസസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റിന് റെഗുലേഷൻസ് കൊണ്ടുവരാം. ആ സ്റ്റേറ്റിനുള്ള പവർ ആർട്ടിക്കിൾ 23 ക്ലോസ് 2 പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ ഫണ്ടമെന്റൽ റൈറ്റ് പ്രിവെന്റ് ചെയ്യുന്നില്ല സ്റ്റേറ്റിന് ആ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. And in imposing such services, the state shall not make any discrimination. ഒരിക്കലും സ്റ്റേറ്റിന്, നമുക്കറിയാം സ്റ്റേറ്റ് എല്ലാവരും ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് തന്നെ എന്താണ് പറയുന്നത്? റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ 23 ക്ലോസ് 2 പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ നിയമം ഉണ്ടാക്കുമ്പോൾ ഒരു സർട്ടൻ ഗ്രൂപ്പിനെ മാത്രം എടുത്തിട്ട് ഈ ഫോഴ്സ്ഡ് അല്ലെങ്കിൽ ഒരു പബ്ലിക് പർപ്പസിന് ഫോഴ്സ്ഡ് ലേബർ പുഷ് ചെയ്യാൻ പാടില്ല. അതിന് സ്പെസിഫിക് കാസ്റ്റോ റിലീജിയനോ ഡിസ്ക്രിപ്ഷൻ പാടില്ല. അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ തന്നെ എല്ലാവർക്കും തുല്യമായിട്ട് അവർക്ക് ഒരു പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് ജോലിക്ക് അവരെ ഫോഴ്സ് ആയിട്ട് നമുക്ക് അവരോട് ജോലിക്ക് വരാൻ പറയാം. പക്ഷെ അതിലൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇന്ന കാസ്റ്റോ ഇന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർ വേണം ഈ പബ്ലിക് പർപ്പസിന് ജോലിക്ക് വരാൻ എന്നൊന്നും പറയാൻ പാടില്ല. ഈക്വൽ ആയിട്ട് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ വേണം ആ പ്രൊവിഷൻ ഉണ്ടാകാൻ. ആ പ്രൊവിഷൻ സ്റ്റേറ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഫണ്ടമെന്റൽ റൈറ്റ് ഒരിക്കലും പ്രിവെന്റ് ചെയ്യുന്നില്ല. This provision not only protects citizens from the state but also from private citizens. Certain laws were passed by the Parliament with regard to this provision. They are Bonded Labor System Abolition Act 1976 and Suppression of Immoral Traffic in Women and Girls Act 1956. ഈ പ്രൊവിഷൻ സിറ്റിസൻസിനെയും സ്റ്റേറ്റിനെയും മാത്രമല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഒരു പ്രൈവറ്റ്, അതായത് സിറ്റിസൻസിനെ സ്റ്റേറ്റിൽ നിന്ന് മാത്രമല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, സിറ്റിസൻസിനെ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു എതിരായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിൽ നിന്നും ഈ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ പാർലമെന്റ്, അതായത് ഈ റൈറ്റിനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർലമെന്റ് ഇതിന് സിമിലർ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഇറക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് 1976 ആൻഡ് സപ്പറേഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻ ആൻഡ് ഗേൾസ് ആക്ട് 1956. ഈ രണ്ട് പ്രൊവിഷൻസ് ഈ ആർട്ടിക്കിൾ കുറച്ചുകൂടെ സ്ട്രെങ്തൻ അപ്പ് ആയിട്ട് ഒരു സർട്ടൻ കാറ്റഗറീനെ കൂടുതൽ, അവരാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത്, അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും പാർലമെന്റ് സ്റ്റാറ്റ്യൂട്ട്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. Article 24, Prohibition of Employment of Children in Factories etc. അതായത് കുട്ടികളെ ഫാക്ടറീസിൽ നിന്നും അല്ലെങ്കിൽ മൈൻസ് അതേപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസിൽ അപ്പോയിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജോലിക്ക് എടുക്കാൻ പാടില്ല, പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് എന്ത്? ആർട്ടിക്കിൾ 24. അപ്പൊ ആർട്ടിക്കിൾ 24 എന്തായാലും ഓർത്തു വെക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. This provision states that no child below the age of 14 years must be employed to work in any factory or mine or engaged in any other such hazardous employment. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏജ് നമ്മൾ ഓർത്തു വെക്കണം. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പ്രൊവിഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയും എത്ര വയസ്സിന് താഴെ? നോ ചൈൽഡ് ബിലോ ദ ഏജ് ഓഫ് 14 years, 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയും എവിടെ ഹയർ ചെയ്യാൻ പാടില്ല? ഷുഡ് നോട്ട് ബി എംപ്ലോയ്ഡ് ടു വർക്ക് എവിടെയൊക്കെ? ഇൻ എനി ഫാക്ടറി
ഫാക്ടറി ഓർ മൈൻ അല്ലെങ്കിൽ അതേ തലത്തിലുള്ള ഏതെങ്കിലും ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്ക് സ്പേസിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഹയർ ചെയ്യാൻ പാടില്ല എന്ന് കംപ്ലീറ്റ് ആയിട്ട് ആർട്ടിക്കിൾ 24 പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. This provision prohibits the employment of children below the age of 14 in any hazardous industry or factories or mine, irrespective of any exception. ഒരു എക്സെപ്ഷനും ഇതിനില്ല. ഇങ്ങനെ ഹസാർഡസ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഒരു മൈനിലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് എടുക്കാൻ പാടില്ല. അത് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 24 ആണ്. But the employment of children in non-hazardous work is legally allowed. പക്ഷെ ഇതിലുള്ള ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 14 വയസ്സിന് മേലെയുള്ള കുട്ടികളെ ഈ പറഞ്ഞ ഹസാർഡസും മൈൻ ഫാക്ടറീസിലൊന്നും അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കംപ്ലീറ്റ്ലി സെയിം ആണ്. അത് 14 വയസ്സിന് മേലെയായാലും 14 വയസ്സിന് താഴെയായാലും. പക്ഷെ 14 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ജോലി ചെയ്യാം. എവിടെ? ഇങ്ങനത്തെ ഹസാർഡസ് വർക്ക് സ്പേസ് അല്ലാത്ത സ്ഥലങ്ങളിൽ ജോലി ചെയ്യാം. അതാണ് പറയുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അങ്ങനെ ചെയ്യാനേ പാടില്ല. 14 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഹസാർഡസ് ജോബ്സ് അല്ലാത്ത ജോബ്സുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും. അത് പെർമിറ്റഡ് ആണ്. Certain laws were passed by the Parliament with regards to this provision. They are the Factories Act 1948, the Mines Act of 1952, the Child Labour Prohibition and Regulation Act 1986, Child Labour Prohibition and Regulation Amendment Act 2016. ഈ കുറച്ച് അമെൻമെന്റ്സ് അല്ലെങ്കിൽ ഈ കുറച്ച് സെക്ഷൻസ് ഓഫ് പാർലമെന്റ്, അത് പാർലമെന്റ് ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ലെജിസ്ലേഷൻസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളിപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലുള്ള സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, which fundamental right cannot be suspended even during an emergency? ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ റൈറ്റ് ടു എക്സ്പ്ലോയിറ്റേഷൻ മാത്രം ഫോക്കസ് ചെയ്ത് നോക്കണ്ട. അപ്പോൾ ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എമർജൻസി ഡിക്ലെയർ ചെയ്യുക? നമുക്ക് എമർജൻസി എന്താണെന്നറിയാം. എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, അതായത് എക്കണോമിക്കൽ എമർജൻസി ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ വാർ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് എല്ലാ തരതുകളും സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് അവിടെ മിലിറ്ററി പവർ ഇമ്പോസ് ചെയ്ത് പ്രസിഡൻഷ്യൽ റൂൾ ആയിരിക്കും അവിടെ. ഇപ്പൊ സ്റ്റേറ്റിൽ വരുമ്പോൾ അത് ഗവർണർ ആയിരിക്കും അത് ഏറ്റെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനും ബാക്കി എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്പെസിഫിക് പവർ ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. അതിപ്പോ നമുക്കറിയാം 1976 നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ എറയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എമർജൻസി. അത് ചെറുതായിട്ട് മിസ്യൂസ് ചെയ്യപ്പെട്ടതും അതിനെ തുടർന്ന് വന്നിരിക്കുന്ന കുറെ അമെൻമെന്റ്സും പിന്നീട് വന്നിരിക്കുന്ന കുറെ കേസ് ലോസും നമുക്ക് റിലേറ്റബിൾ ആയിട്ട് അത് ഓർത്ത് വെക്കാം. എമർജൻസിയെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്തായിരിക്കും? എമർജൻസി ഡിക്ലെയർ ചെയ്താലും ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഡോർമെന്റ് സ്റ്റേറ്റിലേക്ക് പോവാത്തത്? ഏതാണ് അപ്പോഴും ഫങ്ഷനബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഏതാണ്? ഓപ്ഷൻസ് ആർ right to speech, option B right to religion, option C right to equality, and option D right to life and personal liberty. നിങ്ങൾ ഓർക്കേണ്ടത് ആദ്യത്തെ എമർജൻസി, അതായത് ഇന്ദിരാഗാന്ധിയുടെ എമർജൻസി സമയത്ത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സും ഫങ്ഷനിങ് ആയിരുന്നില്ല. എല്ലാം ഡോർമെന്റ് സ്റ്റേറ്റിൽ പോയി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്തൊക്കെ ചാലഞ്ചസ് ആ സമയത്ത് ആൾക്കാരും അതേപോലെ തന്നെ ഗവൺമെന്റും ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്താൽ, നമ്മൾക്കറിയാം ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ ഒരു സ്റ്റേറ്റ് എമർജൻസി ഒക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ഡോർമെന്റ് സ്റ്റേറ്റിൽ പോവില്ല? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ഈ ഫണ്ടമെന്റൽ റൈറ്റ് സ്റ്റിൽ ഫങ്ഷനിങ് ആയിരിക്കും. അപ്പോൾ വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് cannot be suspended even during the emergency? It is right to life and personal liberty. Second question, 6 rights guaranteed by Article 19 cannot be suspended on the ground of. ഏതൊക്കെ, അതായത് ആർട്ടിക്കിൾ 19 നമുക്ക് വേറെ 6 സെക്ഷൻസ് വരുന്ന അറിയാം. അപ്പോൾ ആർട്ടിക്കിൾ 19 അണ്ടറിലുള്ള 6 റൈറ്റ്സ്, ഈ റൈറ്റ്സ് എപ്പോഴാണ്, ഏത് സിറ്റുവേഷനിലാണ് സസ്പെൻഡ് ചെയ്ത് കൂടാത്തത്? അപ്പോൾ ഓപ്ഷൻസ് ആർ വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ, ആംഡ് റെബലിയൻ, നൺ. ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിലെ കറക്റ്റ് ഉത്തരം ആംഡ് റെബലിയൻ ആണ്. ആംഡ് റെബലിയൻ നടക്കുമ്പോൾ ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്ന 6 റൈറ്റ്സും അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന 6 റൈറ്റ്സും സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്ത് ഗ്രൗണ്ടിലാണ്? ആംഡ് റെബലിയൻ നടക്കുമ്പോൾ. തേർഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇത് നമ്മൾ ഓർത്ത് വെക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP,
Article 32 and Article 50. സോ ഒബ്വിയസ്ലി അതെന്തായിരിക്കും, ആർട്ടിക്കിൾ 32 ആയിരിക്കും. കാരണം നമ്മൾക്കുള്ള, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ആയിരിക്കും എപ്പോഴും നമ്മുടെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോൾ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 32, ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ റെമഡീസ്. Fourth one, which of the following fundamental right under the constitution is guaranteed only to the citizen of India and not to foreigners living in India? അത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൻസ് മാത്രമല്ല, ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈവൻ ഫോറിനേഴ്സിനും അപ്ലിക്കബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന, ഏത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമുള്ളത്, ഫോറിനേഴ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ഇതിൽ ഏതാണ്? ഓപ്ഷൻസ് ആ ഇക്വാലിറ്റി ബിഫോർ ദ ലോ, freedom of speech and expression, protection of life and personal liberty, free practice of religion. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ്? അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. കാരണം അതൊഴിച്ച് ബാക്കിയെല്ലാം ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമല്ല, ബാക്കി ഫോറിനേഴ്സിനും കൂടെ അപ്ലിക്കബിൾ ആണ്. പക്ഷെ ഈ ഓപ്ഷൻ മാത്രം ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഈ ഒരു സെക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അവസാനിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത കമ്പാർട്ട്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So until the next video, all the best and prepare well.